ഇവിടെ എന്താ അന്ന് അജികുമാർ സാർ പറയുന്നത് ഞാൻ? പുറത്തിറങ്ങി പറഞ്ഞത് കോടതി മുറി, എനിക്കറിയില്ല ഇത് കോടതി അലക്ഷ്യത്തിന്റെ പരിധി അറിയില്ല, പക്ഷേ ജഡ്ജിയോട് നമുക്ക് ആദരവാണ്, കോടതിയോടും ആദരവാണ്. പക്ഷേ ഒരു പ്രോസിക്യൂഷൻ ഇറങ്ങിയെന്ന് കേരളത്തോട് പറഞ്ഞത് ഞങ്ങൾ വെന്തു നേറുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് അതിജീവിയുടെ അഭിഭാഷക എന്ന പരിമിതി മാറിയ സാഹചര്യത്തിൽ കേരളത്തോട് എന്തെങ്കിലും ഇനി കൂടുതൽ തുറന്നു പറയാനുണ്ടോ ശ്രീമതി ടിമി മിനി? എനിക്ക് ധാരാളമുണ്ട്, പക്ഷെ ഇപ്പൊ വേണ്ട ആഷ്മി. പക്ഷെ ഒന്ന് പറയാം, അജകുമാർ സാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആ കോടതിയിൽ 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു. ആത്മാഭിമാനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർ രാജിവെച്ചത് അല്ലേ? ഒരു പ്രോസിക്യൂട്ടർക്ക് ഒരു കോടതി കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റും കൊടുത്തില്ല എന്നതുകൊണ്ട് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടാണ് ആദ്യത്തെ പ്രോസിക്യൂട്ടർ പോണത്. രണ്ടാമത്തെ പ്രോസിക്യൂട്ടർ അനിൽകുമാർ സാറ് വളരെ ജെന്റിലായിട്ടുള്ള CBIയുടെ പ്രോസിക്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആ പ്രോസിക്യൂട്ടർക്ക് അവിടെ നിന്ന് പോകാൻ കഴിഞ്ഞില്ല. ഇവിടെയും അത് തന്നെയായിരുന്നു അവസ്ഥ, ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഈ പ്രോസിക്യൂട്ടറെ ഒരു ദിവസം അതായത് എനിക്ക് മുന്നിലെ സീറ്റില്ല, അതിജീവിതയുടെ അഡ്വക്കേറ്റ് അല്ലേ, എനിക്ക് പുറകിലാണ് സീറ്റ്. ആ കോടതിയിലെ മുഴുവൻ സീറ്റിൽ ഒരു ഭൂരിഭാഗം സീറ്റും കൈയടക്കി വെക്കുന്നത് 8ാം പ്രതിയുടെ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പുറകിലിരിക്കുക. ഈ സാറ് പ്രോസിക്യൂഷൻ ജഡ്ജിയുമായി പറഞ്ഞ് എന്തോ കാര്യം പറഞ്ഞ് തർക്കത്തിലായി. ഈ സമയത്ത് സുജേഷ് മേനോൻ എന്ന് പറയുന്ന 8ാം പ്രതിയുടെ രാംപിള്ള സാറിൻ്റെ ജൂനിയർ, ഇത് ഞാൻ നേരത്തെയും പറഞ്ഞതാണ് കേട്ടോ, ഇപ്പം ആദ്യം പറയുന്നതല്ല, അവിടെ നിന്നും അതായത് തെക്ക് വശത്തിരുന്ന അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ഡാ എന്ന് വിളിച്ചിട്ട് പ്രോസിക്യൂട്ടറുടെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇടോ താൻ എന്തായി ചെയ്യണം, ഞാനാണ് ഇടയിൽ നിൽക്കുന്നത്, താൻ ചെയ്യണമെന്നുകൊണ്ട് ഞാൻ അയാളോട് ചോദിക്കാം. കോടതി മിണ്ടിയില്ല. എന്നെ അതിശയിപ്പിച്ച അതാണ്. അയാളുടെ സന്നദ്ധ ക്യാൻസൽ ചെയ്യേണ്ടതാ, കോടതിയിൽ എത്തിക്സിന് വിരുദ്ധമായ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞിട്ട് നിങ്ങള് ഈ ജഡ്ജ്മെന്റ് വായിച്ചല്ല, അടിക്കാനാഞ്ഞു ഞാൻ ഇടയിൽ കയറി വീണത്. ഞാൻ ഇടയിൽ കയറി വീണു. എടോ താൻ എന്താണ് ഈ ചെയ്യുന്നത് ചോദിച്ചു, മനസ്സിലായ? എന്നിട്ടും സുജേഷ് മേനോനെ എന്തെങ്കിലും ചെയ്യാൻ ആ കോടതി തയ്യാറായില്ല. ഇതാണ് അതിജീവിത പറഞ്ഞ ഇൻസിഡന്റുകൾ. ഇനിയും പറയും ഞാൻ, ഇനിയുമുണ്ട്. പക്ഷെ ഞാനിപ്പോ ഈ സമയത്ത് ഞാൻ പറയണില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അജകുമാർ സാർ അല്ല, വേറെ ഏതൊരു പ്രോസിക്യൂട്ടർ ആണെങ്കിലും അപ്പൊ തന്നെ മടക്കി അവസാനിപ്പിച്ചു പോകേണ്ടതാണ്. പക്ഷെ അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായി, ഇനി ആരൊക്കെ വന്നാലും ഈ കേസ് ഞാൻ ട്രയൽ നടത്തി തീർക്കുമെന്ന്. നിങ്ങൾക്കാർക്കും അറിയില്ല, അദ്ദേഹം ഒരു ചെറിയ ആളല്ല. തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടാവുന്നേ, ആർക്കും തെറ്റ് പറ്റാം. ഈ നമ്മൾ കൊടുക്കുന്ന എല്ലാ എവിഡൻസും കോടതികൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നൊന്നും ഇല്ല. പക്ഷെ ഒരു കോടതിയിൽ ഒരു പ്രോസിക്യൂട്ടർക്ക് കിട്ടേണ്ട ഒരു റെസ്പെക്റ്റും കിട്ടിയിട്ടില്ല അജകുമാർ സാറിന്. ഞാൻ സാക്ഷിയാണ്, എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നിട്ട് പുറത്തേക്ക് വരുമ്പോൾ സാറിൻ്റെ അടുത്ത് പറയും, സാർ എനിക്ക് സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവർക്കതൊന്നും മനസ്സിലാവില്ല. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹം 28ാമത്തെ വയസ്സിൽ CBIയുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് എത്രയോ ടേമിൽ പ്രോസിക്യൂട്ടറായിട്ട് വർക്ക് ചെയ്ത ഒരാൾ, ഈ കേരളത്തിലെ എല്ലാ ജഡ്ജിമാരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനെയാണ് ആ കോടതിയിൽ അങ്ങനെയൊക്കെ ചെയ്യണത്, ഗുണ്ടാ സംഘങ്ങൾ കൊണ്ട് കേസ് ജയിക്കാൻ. മനസ്സിലായ? അതാണ് സാറ് ബന്ധത്. അതുമാത്രമല്ലല്ലോ, പ്രോസിക്യൂട്ടർ ആദ്യത്തെ ദിവസം എനിക്ക് കണ്ടംപ്റ്റ് വന്നാൽ കണ്ടംപ്റ്റ് എടുത്തോട്ടെ, നിങ്ങളെപ്പോലെ എനിക്ക് ഭയമില്ല. കേരളത്തിലെ 3 പെണ്ണുങ്ങൾ, അതിജീവിത, മഞ്ജു വാര്യർ, ഇപ്പം ഞാൻ പ്രഖ്യാപിക്കുകയാണ്, എനിക്ക് ഭയമില്ല. ഇന്നലെ വരെ ഞാൻ കോടതിയുടെ റെസ്ട്രിക്ഷൻ ഉണ്ടായി, എനിക്കിന്ന് ഭയമില്ല. മനസ്സിലായ? ഈ സ്ത്രീകൾക്കുള്ള ധൈര്യമെങ്കിലും മറ്റുള്ളവർക്ക് ഉണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ എത്ര വലിയ അനീതിയാണിത്. കേസ് ജയിക്കുകയോ തോക്കുകയോ പ്രതിനെ വെറുതെ വിടുകയോ ചെയ്തോട്ടെ,
അതൊക്കെ സാധാരണ സംഭവങ്ങളാന്നേ. എന്നിട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ജഡ്ജ്മെന്റ് വായിച്ചാണ്. പൾസർ സുനി എന്ന് പറയുന്ന A1 നാദിർ പൾസർ സുനിയില്ലേ, പൾസർ സുനി, എടോ പൾസർ സുനി, മനസ്സിലായി, ഞാൻ വായിച്ചാണെന്ന് പറഞ്ഞ ആ A1 ആ ജയിലിൽ നിന്ന് വിളിച്ചിരിക്കുന്നത് ആരെയാ? നാദിർ ഷാ. നാദിർ ഷായുടെ നമ്പർ കോടതിയിൽ തെളിഞ്ഞല്ല നാദിർ ഷാ ആണെന്ന്. അപ്പോ കോടതിക്ക് ഒരു പ്രൊസീജിയർ ഇല്ലേ? നാദിർ ഷാ പ്രതിയാവണ്ടേ? ഈ പൾസർ സുനി അപ്പുണ്ണിനെ വിളിച്ചു എന്ന് പറഞ്ഞത് തെളിഞ്ഞില്ലേ? ജഡ്ജ്മെന്റ് നിങ്ങൾ വായിച്ചില്ലേ? അത് തെളിഞ്ഞിട്ടുണ്ടല്ലോ. ദിലീപ് വിളിച്ചിട്ടില്ല എന്നല്ല അവര് പറഞ്ഞോളൂ. അപ്പൊ അപ്പുണ്ണി പ്രതിയാവണ്ടേ? ഈ പ്രതിയാവണത് പോലീസുകാർ മാത്രം ചെയ്യണ പണിയല്ല. അതിനാണ് CRPC 319 എന്നൊരു പ്രൊവിഷൻ ഉണ്ട്. വായിച്ചു നോക്കണം. ലക്ഷ്യലിക്ക് ഈ മെമ്മറി കാർഡ് കൊണ്ടുപോയി എന്ന് പറയുന്നു. അതില് 313 പൾസർ സുനിയോട് ചോദിച്ചപ്പോ ശരിയാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ലക്ഷ്യലി പിന്നെ മാഡം, ഇപ്പൊ എന്താ സജി നന്ദിയായിട്ട് പറഞ്ഞ്? മാഡം സജി നമ്മ തമ്മിൽ വഴക്കൊന്നുമില്ല കേട്ടോ. അപ്പൊ വിളിച്ചത് പറഞ്ഞില്ലേ? ഒന്ന് ഒഴിവാക്കിയേക്കാവോ? ഇതുവരെ ജഡ്ജ്മെന്റ് വായിക്കാതെ വന്നിരുന്ന ഓരോന്ന് പറയുമ്പോഴേ അല്ല അവരനുഭവിച്ച നേർക്കുന്ന അനുഭവങ്ങൾ പറയാണ് സജി. അതിനെ ചോദ്യം ചെയ്യല്ലേ? അടുത്ത TB മീനെ അനുഭവിച്ച് ശരി, ബാക്കി കാര്യങ്ങൾ കേസിന്റെ വിധി അതിന്റെ പ്രസ്താവമൊക്കെ നിൽക്കട്ടെ അവിടെ. സജി വായിച്ചല്ല, സജി വായിച്ചല്ല. ആഷ്മിയാണ് കേട്ടോ നാളെ പ്രതിയാവും. എന്റെ ആഷ്മി നിയമത്തിന്റെ ഒരു ABCD അറിയാതെ സംസാരിക്കരുത്. നമ്മൾ സ്റ്റാൻഡേർഡ് സംസാരിക്കേ. ഒരു വക്കീലുമാരല്ലേ? ഞാൻ നാളെ രാവിലെ ഒരു കത്തെഴുതാൻ പോവാ. ആഷ്മിയാണ് നടിയെ ആക്രമിച്ച താൻ എത്ര കത്ത് എഴുതിയാലും ഞാൻ പ്രതിയായാലും ഞാൻ അകത്തു പോയാലും എന്നെ കോടതി ശിക്ഷിച്ചാലും എനിക്ക് ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.